ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ദിനേശൻ. എനിക്ക് 46 വയസ്സുണ്ട്. വീട് എറണാകുളത്താണ്. വീട്ടിൽ ഭാര്യയും ഒരു മകളുമുണ്ട്. മകള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. മകളുടെ പേര് ശ്രീലക്ഷ്മി, ഭാര്യയുടെ പേര് സുജാത. മോള് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. കോളേജ് കുറച്ച് ദൂരെയാണ്. വീട്ടിൽ നിന്ന് പോയാൽ സമയത്ത് ക്ലാസ്സിൽ എത്തില്ല. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. റോഡിലെ ബ്ലോക്ക് കാരണം വീട്ടിലെ ചെലവ് നടത്താനുള്ള പൈസയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഭാര്യ സുജാതയും അടുത്തൊരു വീട്ട് ജോലികൾ ചെയ്യാനായി പോകുന്നുണ്ട്. അതൊരു ഡോക്ടറിൻ്റെ വീടാണ്. ഭാര്യയും ഭർത്താവും ഡോക്ടറാണ്. അവർ നല്ല മനുഷ്യരാണ്. വലിയ ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടറാണ്. ആ ഭാവമൊന്നും അവർക്കില്ല. എന്നെ എപ്പോൾ കണ്ടാലും ഡോക്ടർ സംസാരിക്കും. ഈ ബ്ലോക്കിൽ ടാക്സി ഓടിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? എൻ്റെ ഭാര്യ സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കഴിയുന്നത്. ഈ വണ്ടി ഓടി കിട്ടുന്നത് എണ്ണയടിക്കാൻ പോലും ചിലപ്പോൾ തികയാറില്ല. വെറുതെ വീട്ടിലിരിക്കാൻ വയ്യ. ഈ വണ്ടി ഓടാതെ ഇട്ടാൽ ഇതും നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇതുമായിട്ട് ഇറങ്ങുന്നത്. വേറെ എന്തെങ്കിലും നല്ല ജോലി കിട്ടിയാൽ ഈ വണ്ടി ഞാൻ കൊടുക്കും. സാറിൻ്റെ ഹോസ്പിറ്റലിൽ നല്ല ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. സാറൊന്ന് ആലോചിച്ചു. നിനക്ക് പറ്റിയ ജോലി എന്താ ഉള്ളത്? ഞാൻ നോക്കട്ടെ, 2 ദിവസം കഴിയുമ്പോൾ പറയാം. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം മോള് വീട്ടിലേക്ക് വരും. പിന്നെ ഞായറാഴ്ച വൈകുന്നേരമേ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയുള്ളൂ. ഞായറാഴ്ച ഞങ്ങൾ 3 പേരും വീട്ടിൽ തന്നെ ഉണ്ടാവും. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ജീവിതം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സാറ് വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഹോസ്പിറ്റലിൽ ഒരു ജോലി ഒഴിവുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ശമ്പളമുണ്ട്. പക്ഷേ ഞാൻ നിർബന്ധിക്കില്ല. അതുപോലൊരു ജോലിയാണ് മോർച്ചറി സെക്യൂരിറ്റി. അതാണ് ജോലി. എനിക്ക് ജോലി കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു സുജാതയുടെ നിൽപ്പ്. പക്ഷേ ജോലി എന്താണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷമൊക്കെ പെട്ടെന്ന് മാഞ്ഞു. എൻ്റെ മകളെ പറ്റിയുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. 3-4 വർഷം കഴിഞ്ഞാൽ അവളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം. അതിന് ടാക്സി ഓടിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജോലി എനിക്ക് വേണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. ജോലിയിൽ കയറി ഒരാഴ്ച ആയപ്പോഴേക്കും കാറ് കൊടുത്തു. വലിയ ലാഭമൊന്നും കിട്ടിയില്ല. വെറുതെ കിടന്ന് നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. അങ്ങനെ ജോലിയിൽ കയറി 1 മാസം കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത ശമ്പളമൊക്കെ ഉണ്ട്. എന്നാലും മനസ്സിന് ഒരു സന്തോഷമില്ല. ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളും അവരുടെ ബന്ധുക്കളുടെ കരച്ചിലുമാണ് എല്ലാ ദിവസവും കാണുന്നത്. ആ ഇടയ്ക്കാണ് ഹോസ്പിറ്റലിലുള്ള ഒരാളെ പരിചയപ്പെടുന്നത്. എനിക്ക് ജോലി വാങ്ങി തന്ന ഡോക്ടർ തന്നെയാണ് ആൾക്കും ജോലി അവിടെ കൊടുത്തത്. ആള് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. പേര് തോമസ് എന്നാണ്. വൈകാതെ ഞങ്ങൾ നല്ല കൂട്ടായി. ഞാൻ എൻ്റെ മാനസികാവസ്ഥയും മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നൊക്കെ ആളിനോട് പറഞ്ഞു. അത് ഇങ്ങനെ നിന്നിട്ടാണ്. 2 അടിച്ചിട്ട് നിന്നാൽ പിന്നെ എന്ത് കണ്ടാലും തളരില്ല. നല്ല മനോബലം കിട്ടും. കൂടെ വാ എന്ന് പറഞ്ഞ് ആളെന്നെ കൂട്ടിക്കൊണ്ടുപോയി സാധനം തന്നു. പിന്നെ അത് ശീലമായി. ഇപ്പോൾ വെള്ളമില്ലാതെ പറ്റില്ല. ആ അവസ്ഥയായി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം ആകെ മാറി. ഭാര്യയോടും മകളോടും ഒട്ടും സ്നേഹമില്ല. അവരുടെ കാര്യമൊന്നും ഇപ്പോൾ ഞാൻ അന്വേഷിക്കാറില്ല. ഒരു ദിവസം രാത്രിയിൽ ഡോക്ടറും കൂട്ടുകാരും കൂടെ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു കുപ്പി വെള്ളവും കയ്യിലുണ്ട്. നീ ഇതും കഴിച്ച് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് സാധനം കയ്യിൽ തന്നിട്ട് അവര് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. 2-3 മണിക്കൂർ കഴിഞ്ഞാണ് അവര് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എടാ, നിനക്ക് വേണമെങ്കിൽ നീയും പോയി സന്തോഷിച്ചു. എന്നിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കിടത്തണം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവര് ഇങ്ങനെ വരുന്നുണ്ട്. അവര് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനും പോയി സന്തോഷിക്കും. ഇപ്പോൾ ഞാൻ വീട്ടിലേക്കൊന്നും പോവാറില്ല. അങ്ങനെ ഒരു ശനിയാഴ്ച രാത്രി 10 മണിയായപ്പോൾ ഡോക്ടറും കൂട്ടുകാരും വന്നു. എനിക്ക് കഴിക്കാനുള്ള സാധനവും കയ്യിലുണ്ട്. അത് തന്നിട്ട് അവര് അകത്തേക്ക് കയറിപ്പോയി. അതിനിടയ്ക്ക് ഭാര്യ കുറേ തവണ ഫോണിൽ വിളിച്ചു. ഞാൻ എടുത്തില്ല. 2-3 മണിക്കൂറത്തെ ആഘോഷം കഴിഞ്ഞ് ഡോക്ടറും കൂട്ടുകാരും പോയി. അത് കഴിഞ്ഞ് ഞാനും പോയി നല്ലതുപോലെ ആഘോഷിച്ചു. എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോഴാണ് കയ്യിൽ എൻ്റെ പേര് പച്ച കുത്തിയേക്കുന്നത് ഞാൻ കാണുന്നത്. എൻ്റെ മോൾക്ക് അവളുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. ഹോസ്റ്റലിൽ പോയപ്പോൾ അച്ഛൻ എപ്പോഴും അവളുടെ കൂടെ വേണം എന്ന് പറഞ്ഞ് പേര് കയ്യിൽ പച്ച കുത്തി. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി.